നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ് നാം കൂടി വരുമ്പോഴെല്ലാം കർത്താവിൻ്റെ സ്നേഹം നമ്മളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങൾ ആരെല്ലാം പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്, ഭാഗികമായി വിശ്വസിക്കുന്ന കാര്യമല്ല പറഞ്ഞ്, മുഴുവനും പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ടെന്ന്, സത്യമായും ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ടെന്ന്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം, ഒരനുഭവം. ഞാനിന്നൊരിക്കലും ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിച്ചല്ല വന്നത്. ആഗ്രഹിച്ചല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. ഇന്നലെ വൈകിട്ട് ഒരു 10-10:30 മണിയോടടുത്ത് ഞാൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു 2 ആഴ്ച മുമ്പ് ഈ ഭാഗത്തൊരു മിന്നൽ, ഒരു വിലക്കം മാതിരി, വേറെ ഒന്നും ചെയ്തതല്ല. ഒരു ഫ്ലാസ്കിനകത്ത്, ഒരു 3 ലിറ്റർ കൊള്ളുന്ന ഒരു ഫ്ലാസ്ക്, അതിനകത്തേക്ക് ഇത്തിരി വെള്ളം ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇത്തിരി ഒന്ന് ശരിയായിട്ട് നിൽക്കാതെ ഇങ്ങനെ എടുത്തങ്ങ് ഒഴിച്ചു. അപ്പോൾ അന്നേരം മുതൽ തുടങ്ങിയതാണ്. ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു, അത് മാറിപ്പോയിരുന്നു. ഇന്നലെ രാത്രി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രീതിയിലും എനിക്ക് ജോലി ചെയ്യുമ്പോൾ ശ്വാസം എടുക്കാൻ പറ്റണില്ല. അവിടെ ഇരുന്നവരെല്ലാം കണ്ടു. അവർ വിചാരിച്ച് വല്ല അത്യാഹിതം വല്ലോ, ഹാർട്ട് അറ്റാക്കോ അങ്ങനെ വല്ലതും ആണോ എന്ന് അവർ ചിന്തിച്ച്. എനിക്ക് ശ്വാസം വലിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഒരു രീതിയിലും ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് പ്രാർത്ഥിച്ചു എന്ന് വരുത്തി തീർത്തു. ഞങ്ങൾ കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, തിരിയാൻ പാടില്ല, വേറൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ശ്വാസം എടുക്കാൻ പറ്റില്ല, എന്തു ചെയ്യും? ചെറുതായിട്ടിങ്ങനെ ശ്വാസം വലിക്കുന്ന കാര്യമല്ല പറഞ്ഞ്. ശ്വാസം ആഞ്ഞു വലിക്കാൻ നിവൃത്തിയില്ല. ആഞ്ഞു വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ദീർഘശ്വാസം വിടില്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ സാധിക്കില്ല. അന്നേരം അവിടെ അങ്ങ് പ്രശ്നമാവുക. അപ്പോൾ ഞാൻ ഇന്ന് വചനം പറയാൻ എഴുന്നേക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള ചിന്തയില്ല. ഞാനിവിടെ ഇരുന്നപ്പോൾ തന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ആ പ്രയാസമുള്ള ഭാഗത്ത് അവിടെ നിന്ന് തൊടണം. ഞാൻ സത്യം നിങ്ങളോട് പറയട്ടെ, ഞാൻ ബാത്റൂമിൽ പോകുന്ന നേരത്ത് അവിടെ നിന്ന് ഞാൻ ഒന്നോടെ ശരിക്കും ആഞ്ഞിങ്ങനെ പരമാവധി ആഞ്ഞ് ഞാൻ വലിച്ചു നോക്കി, വേദനയില്ല. ഞാൻ വെറുതെ പറഞ്ഞ വാക്കല്ല, ഇപ്പം പിടിച്ച ചില അനുഭവങ്ങൾ, പഴയകാല അനുഭവങ്ങളല്ല. നിങ്ങൾ വിശ്വാസികളായിരിക്കണം, പൂർണ്ണമായും വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കുന്നത്? 2-3 പേർ ഉറക്കെ പറഞ്ഞോളൂ, യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നോ അവരുടെ മധ്യേ കർത്താവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമായും ക്രിസ്തുവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുക്രിസ്തു പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിലൂടെയല്ല. നിങ്ങളങ്ങനെ ധരിക്കരുത്. അവസാനം വചനം പറയുന്ന ആളിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളാരെങ്കിലും പ്രത്യേകിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. അതെല്ലാം മിഥ്യയായ ധാരണയാണ്. ക്രിസ്തുവിന് പ്രവർത്തിക്കുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന, തന്നെത്താൻ താഴ്ത്തി കൊടുക്കുന്ന, തന്നെത്താൻ വിനയപ്പെടുത്തി കൊടുക്കുന്ന, ഞാൻ ഏതുമില്ല എന്ന് ചിന്തിക്കുന്ന ദൈവമക്കളിലൂടെ കർത്താവ് പ്രവർത്തിക്കും. ആര് പ്രാർത്ഥിച്ചപ്പോഴാണ്, ആര് ചെയ്തപ്പോഴാന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. സത്യം എനിക്കറിയാം. എൻ്റെ ആ പ്രയാസം പൂർണ്ണമായും മാറി. എൻ്റെ ഭാര്യയ്ക്കറിയാം ശരിക്കും. ഇന്നലെ രാത്രി പറഞ്ഞു, എന്നാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയാലോ? ഇതൊരു പരമാർത്ഥമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ വേറെ ആരെയും നോക്കരുതെന്ന്. ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ, അഥവാ നമുക്ക് ഉയർത്തി കാണിക്കാൻ ഒരേ ഒരു വ്യക്തി മാത്രം. ഒന്ന് ഉറക്ക ശബ്ദം ഉയർത്തി പറയാവോ? ആരാണത്? കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു ആപ്തവാക്യം മാതിരി വെച്ചിരിക്കുന്നത്. എന്താണ്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു. ആ യേശുവിലേക്ക് നോക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ദൈവങ്ങൾ ഓരോരുത്തരും ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു വ്യക്തിയെ മാത്രമാണ്, ക്രിസ്തുവിനെ മാത്രം നോക്കാനൊരു വ്യക്തി മാത്രം, ആശ്രയിപ്പാനൊരു വ്യക്തി മാത്രം, വിളിച്ചപേക്ഷിക്കാനൊരു വ്യക്തി മാത്രം, എല്ലാറ്റിനും പിൻപറ്റുവാൻ ഒരു വ്യക്തി മാത്രം. അത് എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച യേശുക്രിസ്തു. ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ, യേശു ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ, ഞാനിതെല്ലാം പറയുമ്പോൾ എനിക്ക് നല്ല കൃത്യമായിട്ട്, ഞാനിത് കണ്ടുകൊണ്ടാണ് ഇതെല്ലാം വായിക്കുന്നത്. ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം ഇസ്രായേലിൽ പോയിട്ടുണ്ട്. ഞാൻ ഒരു ഡെൻ്റൽ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. ഗന്നേസരത്ത് തടാകം, ആ ഗന്നേസരത്ത് തടാകം തന്നെയാണ്
ഗലീല കടലൊന്നുമല്ല, നല്ല മനോഹരമായ ഇതുപോലത്തെ വെള്ളം അല്ല, ഇതിലും മനോഹരമായി നീല നിറമാണ് അടിയിലെല്ലാം. ഞാൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. ആ കടൽ കരയിൽ കർത്താവ് നിൽക്കുകയാണ്. ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുകയാണ്. പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ. അപ്പോൾ ധാരാളം പുരുഷാരം വന്നിട്ടുണ്ട്. 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. 2 പടക് അടുത്ത് നിൽക്കുന്നത് കണ്ടു. ധാരാളം പുരുഷാരം നിൽക്കുന്നു. തടാകത്തിൽ 2 പടക് നിൽക്കുന്നത് കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. നമുക്ക് നല്ല എല്ലാം മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ശീമോനുള്ള പടകിലേക്ക് കയറാൻ യേശുവിന് തോന്നി. ഇതൊരു സത്യമാണ്. ആ അത്ഭുത പുണ്യപുരുഷനായ ക്രിസ്തു ഈ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് ഞാനിവിടെ സമാധാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് നല്ലതുപോലെ അറിയാം, ഞാനൊരു ഭ്രാന്തനായി അലഞ്ഞെരിഞ്ഞ് നടക്കേണ്ട മനുഷ്യനായിരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആവർത്തന വിരസത തോന്നരുത്. എൻ്റെ മനസ്സിൽ നല്ല കൃത്യമായ ധാരണയുണ്ട്. ഞാൻ ഒരു ഭ്രാന്തനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട മനുഷ്യനായിരുന്നു. ജീവനുള്ള ക്രിസ്തുവിന് ഈ പടകിലേക്ക് കയറി വരാൻ ഇഷ്ടം തോന്നി. അതെന്തുകൊണ്ടാണ്? ശീമോനുള്ള പടകിൽ തന്നെ കർത്താവിന് കയറാൻ തോന്നിയത്. അത് വെറും കൃപയാണ്. അത് ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹമാണ്. എന്തുകൊണ്ടാണ് നമുക്കൊരു സുബോധം കർത്താവ് തന്നത്? എന്തുകൊണ്ടാണ് വിശുദ്ധിയോടെ ജീവിക്കണം നമുക്കൊരു ആഗ്രഹം തന്നത്? എന്തുകൊണ്ടാണ് കറ പറ്റാത്തൊരു ജീവിതം നയിക്കണമെന്നൊരു ചിന്ത തന്നത്? വെറും കൃപയാണ്. യുഗങ്ങൾക്ക് മുമ്പ് ദൈവം നമുക്ക്. നിങ്ങളിത് ഒരിക്കലും മറക്കരുത്. ജീവനുള്ള ദൈവം ആകർഷിച്ച് കൂട്ടിവരുത്തിയിരിക്കുന്ന ദൈവമക്കളാണ് നാം ഓരോരുത്തരും. എത്ര കാലം ഇവിടെ വന്നാലും ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരിക്കുള്ളൂ. ഒരു കാര്യം ഞങ്ങൾ ഊന്നി പറയും. എന്താണെന്നറിയാമോ? വിശുദ്ധിയോടെ ജീവിച്ചേ പറ്റൂ. പാപം വിട്ടൊഴിഞ്ഞ് ജീവിച്ചേ പറ്റൂ. പാപവുമായിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് ക്രിസ്തീയ ജീവിതമല്ല. ഒരു കാരണവശാലും പാപം വെച്ചുകൊണ്ട് ജീവിച്ചാൽ നാം ദൈവരാജ്യത്തിൽ എത്തുകയില്ലെന്ന് മാത്രമല്ല, നിത്യനരകത്തിലേക്ക് കല്ലെടുത്ത് വലിച്ചെറിയും പോലെ എറിയപ്പെടുമെന്ന് ക്രിസ്തു ആ പടകിലേക്ക് കടന്നു വരുവാനിടയായി. നിങ്ങളുടെ ആരുടെയെല്ലാം ജീവിതത്തിൽ ക്രിസ്തു കടന്നു വന്നിട്ടുണ്ട്. യേശു അരിയിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു അടുത്തു വരുന്ന ആ ഒരു അനുഭവം, എൻ്റെ അപ്പാ എന്ന് വിളിക്കുമ്പോൾ യേശു അരികത്തേക്ക് കടന്നു വരുന്ന ഒരനുഭവം, എന്തൊരു സൗഭാഗ്യമാണത്! എന്തൊരു ഭാഗ്യമാണ്! എന്തൊരു കെട്ടുറപ്പുള്ള ജീവിതമാണ് നമ്മുടെ. എപ്പോൾ മരിച്ചാൽ എന്താണ്? ആളുകൾക്ക് മരണത്തെ പേടിയാണ്. ശരിയാണ്, മരിക്കുമെന്ന് കേൾക്കുമ്പോൾ ഭയം കാണും. എന്നാൽ ഉള്ളിൽ നിന്ന് മരണഭയം മാറ്റുന്ന ദൈവം. എപ്പോൾ മരിച്ചാൽ എന്താണ്? ഏത് രോഗം വന്നാൽ എന്താണ്? ക്യാൻസർ വന്നാൽ എന്താണ്? ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്താണ്? ദുരിതം വന്നാൽ എന്താണ്? യാതന വന്നാൽ എന്താണ്? ആരോരും തുണയില്ലെങ്കിൽ എന്താണ്? പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിലേക്ക് വെച്ച ഏറ്റവും വലിയ ഭാഗ്യശാലികളാണ്. മറക്കരുത്, യേശു ഉള്ളവനാണ് ഏറ്റവും വലിയ ഭാഗ്യശാലി. വേറെ എന്തുണ്ടെങ്കിൽ എന്തെല്ലാം നമുക്കുണ്ടെങ്കിൽ എനിക്ക് ദൈവം കൃപയാൽ എല്ലാം തന്ന മനുഷ്യനാണ്. ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു, എന്നാൽ എല്ലാം എനിക്ക് കർത്താവ് തന്നു. എല്ലാം എത്ര കാലം വരെ? എവിടെ വരെ? ശവക്കുഴി വരെ. ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് നിലനിൽക്കുന്ന എന്തുണ്ട്? എല്ലാം ശവക്കുഴിയിൽ തീർന്നു പോകും. ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് നിലനിൽക്കുന്ന ആ ക്രിസ്തു എന്ന സമ്പത്ത്. അന്ന് ശീമോൻ്റെ പടയിലേക്ക് കയറി. എന്നിട്ട് ശീമോനോട് അപേക്ഷിക്കുകയാണ്, കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. സൃഷ്ടാവ് പറയുകയാണ്, കരയിൽ നിന്ന് അല്പം നീക്കണം. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു കാരണവശാലും പാപം വെച്ചുകൊണ്ട് ജീവിതത്തിൽ ജീവിച്ചാൽ ക്രിസ്തുവിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പാപം വിട്ടൊഴിഞ്ഞ് ജീവിച്ചേ പറ്റൂ. ഒരു കാരണവശാലും ജീവിതത്തിൽ പാപം വരരുത്. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തോട് ഉപദേശിച്ചു. നീ വ്യക്തമായിട്ടൊരു തീരുമാനം എടുത്താൽ നിൻ്റെ വിദ്യാഭ്യാസമൊന്നും ദൈവത്തിന് വിഷയമല്ല, എന്തോരം പഠിച്ചു എന്നുള്ള വിഷയമല്ല, എത്ര പാണ്ഡിത്യത്തിനകത്തുണ്ടെന്നുള്ള വിഷയമല്ല. പ്രിയപ്പെട്ട ദൈവവൈതലേ, നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. ഇതെല്ലാം നിവർത്തിക്കേണ്ടത് കർത്താവാണ്. നമ്മുടെ പാണ്ഡിത്യം വിളമ്പിയാലൊന്നും എത്ര പണ്ഡിതോചിതമായി സംസാരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടൊന്നും മനുഷ്യഹൃദയത്തെ തൊടുകയില്ല. മനുഷ്യഹൃദയത്തെ തൊടണമെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് വന്നൊന്ന് ഇവിടെ വചനം പറയുന്നവരാകണം. ഇവിടെ വേറെ പ്രത്യേകതകളില്ല. ആരെഴുന്നേറ്റാൽ എന്താണ്? ഏത് വ്യക്തി എഴുന്നേറ്റാൽ എന്താണ്? വ്യക്തിക്ക് പ്രാധാന്യമില്ലെന്ന് നമ്മൾ പറയുകയും പിന്നെ എല്ലാവരും ഇന്ന ദിവസം ഇന്ന ആളുകൾ എഴുന്നേക്കണം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും കർത്താവേ എനിക്ക് തരണം, എനിക്ക് പരിശുദ്ധാത്മാവിന് തരണം, പരിശുദ്ധാത്മാവിന് എനിക്ക് തരണം എന്ന് പറയണം. പരിശുദ്ധാത്മാവിന് ജോണിന് തരണമെന്ന് ജോണ് പറയണം. നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നവർ പറയണം. എന്താണ് പരിശുദ്ധാത്മാവ് വേണമെന്ന് പറയാൻ കാരണം? പരിശുദ്ധാത്മാവ് വന്നില്ലെങ്കിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ
നാം ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉപദേശിച്ച് നടക്കണം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടത് വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആരാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവം വന്ന് നമ്മെ നടത്തണം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടണം. ഓരോരുത്തരും ആഗ്രഹിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിന് വേണം. പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മാവ് വന്നിട്ടല്ലാതെ, ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ഒരിക്കലും ഒരു ജയജീവിതം നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും പരിശ്രമിച്ച് നോക്കിക്കോളൂ. ദൈവത്തിൻ്റെ തിരുവചനത്തിന് മാറ്റമില്ല. ആത്മാവിനാൽ ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. എങ്ങനെ ജീവിക്കുമെന്ന്? ആത്മാവിൽ ജീവിക്കുമെന്ന്. അല്ലാണ്ട് ഈ ഭൂമിയിൽ ഭക്ഷണം കഴിച്ച് കൊഴുത്ത് തടിച്ച് എല്ലാ രീതിയിലും ആരോഗ്യത്തോടെ എക്സസൈസൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന കാര്യമല്ല പറഞ്ഞേ. നിങ്ങൾക്ക് ആത്മാവിൽ ജീവിക്കണമോ, ആത്മാവ് നിങ്ങളെ നടത്തണമോ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നല്ലാതെ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കണം. കർത്താവേ, അവിടുത്തെ ആത്മാവിൻ്റെ എൻ്റെ മേൽ പകരണമേ. ഇതിനോടകം ദൈവം എല്ലാം ചെയ്യാനുള്ളത് അനേകം അത്ഭുതങ്ങൾ ചെയ്തു. നിങ്ങൾ കേട്ടല്ലോ, വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഞാൻ പറയണേ. ഒരിക്കലും എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ലായിരുന്നു. ശ്വാസം വലിക്കുമ്പോൾ വലിക്കാൻ പറ്റില്ല, എന്താ ചെയ്യണേ? പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മെ സ്നേഹിക്കുന്ന ജീവനുള്ള ദൈവം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തുന്നു. എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചോദിക്കുക, എന്തുകൊണ്ടാണ് തന്നെ പ്രാർത്ഥിക്കാത്തത്? തന്നെ പ്രാർത്ഥിച്ചാൽ ദൈവം ഒന്നും തൊടുവില്ലായിരുന്നോ? ശരിയാ, ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള അനുഭവമല്ല നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ. ഒരുമിച്ച് എല്ലാവരും കൂടിയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അന്ന് മർക്കോസിൻ്റെ മാളികയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ആത്മാവിനെ പകർന്നത്? തന്നെ ഇരിക്കുമ്പോഴല്ല, എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച തീ പോലും നമ്മുടെ മധ്യത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറഞ്ഞ്, തന്നെ ഒരുങ്ങിയിരിക്കേണ്ടെന്നല്ല പറഞ്ഞത്. എന്നാൽ ഇന്ന് അത്ഭുതം നടക്കാൻ പോവുകയാണ്. എന്താണ് അത്ഭുതം നടക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണം എന്താണ്? കർത്താവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ, പ്രാർത്ഥനയോടിരുന്ന് ഇന്ന് ഓരോ വ്യക്തികൾക്ക് മനസ്സിലായി കാണും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ ഉള്ളം കത്തിക്കൊണ്ടായിരിക്കും ഇരുന്നത്. ഉള്ളം കത്തിക്കൊണ്ടിരിക്കുന്ന അലസമായി ഇരിക്കരുത്. എത്ര ഉന്നതനാണെങ്കിലും, എത്ര എളിമയുള്ളവരാണെന്ന് തോന്നുന്നവരെങ്കിലും, എത്ര സാധുക്കളാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ എന്നെ അയക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. എന്താണ് അവിടെ പത്രോസ് ശ്ലീഹായുടെ പടകിലിരുന്ന് കർത്താവ് സംസാരിച്ച് തീർന്നപ്പോൾ യേശു ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. ജീവിതം വിട്ടുകൊടുത്താലേ കർത്താവ് അതെല്ലാം, പടക് വേണമെങ്കിൽ വിട്ടുകൊടുക്കാതിരിക്കാമായിരുന്നു, പടക് നീക്കാതിരിക്കാമായിരുന്നു. ശീമോനോട് ചോദിച്ചിട്ടൊന്നുമല്ല, കർത്താവ് അങ്ങ് ശീമോനുള്ള പടകിലേക്ക് അങ്ങ് കയറി വന്നിരുന്നു. എന്തൊരു സൗഭാഗ്യമാണ്! അവിടെ നിന്ന് സംസാരിച്ചു. പടക് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. എന്ത് മനോഹരമാണ് ഈ പറയുന്നതെല്ലാം. ഇതിൻ്റെ എല്ലാം ആത്മീയ അർത്ഥങ്ങൾ. ക്രിസ്തു പറയുന്ന വഴിയിലൂടെ നാം നീങ്ങുമെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് നാം നീങ്ങുമെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമെങ്കിൽ ആഴത്തിലേക്ക് പോവാം. വിവിധ കൃപാവരങ്ങൾ അത് ആർക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാവരും കൃപാവരം ആഗ്രഹിപ്പിനെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. വിവിധ കൃപാവരങ്ങൾ, അതൊന്നും പണ്ടത്തെ കാലത്താണോ? ഇന്നും കൃപാവരങ്ങളുണ്ട്. കൃപാവരങ്ങൾ ആഗ്രഹിക്കണം. നാം ഓരോരുത്തരും ആഗ്രഹിക്കണം. ഏതെല്ലാം കൃപാവരങ്ങളുണ്ട്? 12 കൃപാവരങ്ങളുണ്ടല്ലേ? 1 കൊരിന്ത്യർ 12-ാം അധ്യായം വായിച്ചു നോക്കണം. ഇപ്പോൾ വായിക്കണില്ല, അതൊന്നും. ആഗ്രഹിക്കണം എന്നാണ് പറഞ്ഞത്. നാം ഓരോരുത്തരും ആഗ്രഹിക്കണമെന്ന്. എനിക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് എൻ്റെ മേൽ കൃപാവരങ്ങൾ തരണം. എനിക്കെല്ലാം ഓരോന്നോരോന്ന് അനുഭവിക്കണം. തന്നെത്താനൊരു ദൈവസേനയിൽ മുട്ടുമുടക്കണം, തന്നെത്താൻ പ്രാർത്ഥിക്കണം. ഇതെല്ലാം നമ്മൾ ആർക്കെങ്കിലും കൊടുത്തതായിട്ട് ഇങ്ങനെ കഥയായിട്ട് കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ക്രിസ്തു ഇറങ്ങി വരണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മെ നയിക്കണം. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്താണ് ശീമോൻ അങ്ങനെ വളരെ രാത്രി മുഴുവൻ അവർ അധ്വാനിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടു. നീ തന്നെ അധ്വാനിച്ചാൽ എന്തെല്ലാം കഴിഞ്ഞാലും പലപ്പോഴും എന്തായിരിക്കും? ഓട്ടയുള്ള കൈ. പണമെല്ലാം കിട്ടുന്നു, എല്ലാം സമ്പാദിക്കാനുള്ള കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു. സാധാരണ ആളുകൾ പണിയേക്കാൾ ഇരട്ടി അധ്വാനിക്കുന്നു. എന്നാൽ ഓട്ടസഞ്ചിയിൽ കൂലിയിടാൻ വാങ്ങുന്നത് പോലെയാണെന്ന്. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു കേട്ടോ. എത്ര അധ്വാനിച്ചാലും നിങ്ങൾക്ക് ഒരു കാര്യം, രണ്ട് അറ്റം തമ്മിൽ കൂട്ടിമുട്ടുന്നില്ലെന്നിരിക്കട്ടെ. ഇതെല്ലാം പ്രായോഗികമായിട്ട് നാം അനുഭവിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞേ. എന്നും ദാരിദ്ര്യമാണ്, എന്നും കടമാണ്, ഒന്നിനും തികയുന്നില്ല. എല്ലാം കിട്ടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ഓടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ കൂടാതെ എത്ര അധ്വാനിച്ചാലും, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം,
ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾ എത്ര അധ്വാനിച്ചാലും ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ഒന്നും തികയുന്നില്ല. എന്നും ദാരിദ്ര്യമാണ്, എന്നും പ്രയാസമാണ്, എന്നും പണത്തിന് ഞെരുക്കാണ്. അപ്പോൾ ചിലർ ചിന്തിക്കും, എന്നെ അടുത്തറിയാവുന്ന ആളുകൾക്ക് ഞെരുക്കമല്ലേ? ശരി, പണത്തിന് ഞെരുക്കമുണ്ട്, പക്ഷെ ഒരു കാര്യം ഇതുവരെ മുടങ്ങിയിട്ടില്ല. എല്ലാ കാര്യവും കർത്താവ് നടത്തുന്നുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 2020 എന്ന് പറഞ്ഞാൽ ദുരിതങ്ങളുടെ കാലമായിരുന്നു. ഒരിക്കലും ഈ ഡെൻകെയർ എന്ന് പറഞ്ഞ സ്ഥാപനം നിലനിൽക്കുന്നു ഞാൻ പോലും ചിന്തിച്ചതല്ല. എനിക്ക് ഉള്ള സ്ഥലം മുഴുവൻ വിറ്റോളാൻ പറഞ്ഞു. എല്ലാം വിൽക്കൂ, എങ്ങനെയെങ്കിലും സ്ഥാപനം നിലനിർത്തണം എന്ന് ചിന്തിച്ച മനുഷ്യനാണ് ഞാൻ. പിന്നീട് സ്ഥാപനവും വിറ്റാലോ എന്ന് പോലും എൻ്റെ മനസ്സിൽ കൂടെ ചിന്ത വന്നു. എന്നാൽ ഒന്നും വിൽക്കാതെ എല്ലാം വന്ന് ഞാനൊന്ന് സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ, ഞാനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട്. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങാതെ 18 ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചില്ല. നിങ്ങൾക്കറിയാമോ, 18 ദിവസം 2020 ഞാൻ ഭക്ഷണം കഴിച്ചില്ല. എനിക്ക് 59 കിലോ വെയിറ്റായിപ്പോയി 70 കിലോയിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അന്ന് ഞാൻ സങ്കടപ്പെടുമ്പോഴും എൻ്റെ ഉള്ളിൽ, എൻ്റെ ആ പടകിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പടക് തകർന്നു പോകാതിരുന്നത്. പലരും പറഞ്ഞു ഞാൻ ഭ്രാന്തനാകുമെന്ന്. എൻ്റെ പാരമ്പര്യപ്രകാരം ഞാൻ ഭ്രാന്തൻ്റെ മകനാണല്ലോ, അതുകൊണ്ട് ഞാൻ ഭ്രാന്തനാകുമെന്ന് പറഞ്ഞു. ഡെൻകെയർ തകർന്നു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ ജീവനുള്ള ക്രിസ്തു ഈ പാപിയായ മനുഷ്യൻ്റെ പടകിലുണ്ടായിരുന്നുകൊണ്ട് അവിടുന്ന് എല്ലാം മനോഹരമായി നിർവഹിക്കുകയായിരുന്നു. ഒന്നിനും കുറവില്ലാതെ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി അത്ഭുതത്തോടെ കാണുകയാണ്. ഒരു പാർക്കിംഗ് സ്ഥലം ഞങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യമാണ്, ഒരിക്കലും വായിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം എല്ലാം തന്നു. ഞാനെല്ലാം പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എനിക്കറിയില്ല. എന്താ വരുമാനം കൂടിയെന്താണ് അറിയാൻ പാടില്ല. എല്ലാം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ഈ പടകിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ഈ പടക് നിനക്ക് വിട്ടുകൊടുക്കാമോ? നീ വേറെ ഒന്നും ചെയ്യണ്ട. കർത്താവേ, ഞാനിതാ വരുന്നു, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. പത്രോസിന് താഴേക്ക് പറയുന്നുണ്ട്, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. ഈ ഒരു ചിന്ത, കർത്താവേ ഞാൻ ഏതുമില്ല, ഞാൻ നിസ്സാരനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, എനിക്കൊന്നും പറഞ്ഞുകൊണ്ട് തിരുമ്പിൽ വരാനില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നുണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് തിരിഞ്ഞു നോക്കുകയില്ല. എന്നാൽ എനിക്കൊന്നുമില്ലാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ഏതുമില്ലാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട്, അവിടുത്തെ കരുണയാണ് കർത്താവെ ഇന്നുവരെ എന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട്, അതെല്ലാം അംഗീകരിച്ചുകൊണ്ട്, ആ ഒന്നുമില്ലായ്മ അംഗീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ, ഏതാണ് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നിങ്ങളതെല്ലാം ഓരോരുത്തർ ഒരു പല പ്രാവശ്യം ഇത് വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ ക്രിസ്തു കടന്നു വരണം, മുഴുവനും ക്രിസ്തുവിന് വിട്ടുകൊടുക്കണം. എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ, ഈ വാക്കിന് വലയിറക്കിയാൽ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം വിട്ടുപോകാതെ, അന്ന് കേട്ടിരുന്ന ആ ദൈവദാസൻ്റെ ആ പ്രസംഗം, അന്ന് 3 നേരവും മക്കളെ അടക്കം മുട്ടുമേലിരുത്തി ഞാൻ വചനം കേട്ടുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, വചനം കേട്ടുകൊണ്ടിരുന്നു. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയാൻ എനിക്കിടയായി. ഈ വചനം ഒരിക്കലും വിട്ടുകളവാൻ എനിക്കിട വന്നില്ല. ഈ വചനമാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ഈ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനമാണ് അവിടുന്ന് എന്നെ പിടിച്ചു നിർത്തി. അങ്ങനെ അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കീറാറായി. അവർ മറ്റേ പടകളിൽ കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ദൈവം തരുന്ന കാണുമ്പോൾ നമ്മുടെ കേമമെന്ന് വിചാരിക്കരുത്, നമ്മുടെ സമർപ്പണമെന്ന് വിചാരിക്കരുത്, നമ്മുടെ ഏതെങ്കിലും നല്ല പ്രവൃത്തികളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എല്ലാം എന്താണ്? അവിടുത്തെ കൃപ, അവിടുത്തെ കരുണയാണ്. ഉടനെ പത്രോസ് പറയുക, 8-ാം വാക്യം പറയുകയാണ്, യേശു പടക് മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കലേക്ക് വന്നങ്ങ് വീണു. യേശുവിൻ്റെ കാൽക്കൽ വീഴുന്ന അനുഭവം. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമ്പോൾ നിങ്ങൾ ഓർത്തോളണം. മക്കൾ നല്ലപോലെ പഠിച്ച് മിടുക്കരാകുമ്പോൾ ഓർത്തോളണം. നല്ല മാർക്ക് കിട്ടുമ്പോൾ ഓർത്തോളണം. നല്ല സാമ്പത്തിക സ്ഥിതിയിലേക്ക് ദൈവം നടത്തുമ്പോൾ ഓർത്തോളണം. മോള് MBBS പാസ്സാകുമ്പോൾ ഓർത്തോളണം. മക്കൾ അങ്ങനെ ഓരോരുത്തരും അനുഗ്രഹങ്ങൾ ഓരോരുത്തരും വരുമ്പോൾ, നിനക്ക് ജോലിയിൽ ഉയർച്ച കിട്ടുമ്പോൾ നീ ഓർത്തോളണം. നിനക്കൊരു വീട് വയ്ക്കാൻ ഒരു 5 സെൻറ്റ് സ്ഥലം നിനക്ക് മേടിക്കാൻ ഇടയാകുമ്പോൾ നീ ഓർത്തോളണം. നിൻ്റെ മകള് ശരിയായ രീതിയിൽ നീ നിൽക്കുമ്പോൾ നീ ഓർത്തോളണം. ഒന്നും മറക്കരുത്. എന്താണ്? ആ കാൽക്കലേക്ക് വീഴണം. എന്നിട്ട് എന്ത് പറയണം? നാഥ, യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് അപേക്ഷിച്ചു. യേശുവിൻ്റെ കാൽക്കലേക്ക് വന്നങ്ങ് വീഴുന്നു. നിങ്ങൾ യേശുവിൻ്റെ കാൽപാദത്തിൽ വീഴാറുണ്ടോ? യേശുവിൻ്റെ കാൽക്കൽ വീഴുന്ന അനുഭവം. അങ്ങനെ യേശുവിൻ്റെ കാൽക്കൽ വീഴാനിടയാവണം. യേശു മാത്രം ഉയർന്നു നിൽക്കണം, ബാക്കിയെല്ലാം മാറിപ്പോകുന്നു. ഭാര്യയുണ്ട്, മക്കളുണ്ട്,
സമ്പത്തുണ്ട്, കൂട്ടായ്മക്കാരുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ യേശു എന്ന അത്ഭുത പുരുഷനുമായി അഭേദ്യമായ ബന്ധം. ഞാനിവിടെ നിൽക്കാൻ കാരണം യേശുവാണ്. നാം ഓരോരുത്തരുടെ ഇന്ന് സുബോധത്തോടെ ഇരിക്കാൻ കാരണം യേശുവാണ്. ആ യേശുവിനോടുള്ള സ്നേഹം, യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീഴുന്ന അനുഭവം, യേശുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം. എൻ്റെ യേശു ദുഃഖിക്കുന്ന ഒന്നും വരരുതെന്നുള്ള ചിന്ത. ഒരു കാരണവശാലും കർത്താവ് ദുഃഖിക്കുന്ന ഒരു കാര്യം വരരുത്. ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഒരു കാരണവശാലും ഒരു കാര്യത്തിൽ പോലും ദൈവം എന്നെ നോക്കി വ്യസനിക്കാനിട വരരുത്. അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായൊരു തീരുമാനമുണ്ടെങ്കിൽ ജീവനുള്ള ദൈവം നമ്മെ വളർത്തും, ജീവനുള്ള ദൈവം നമ്മെ ഉയർത്തും. ഒരു സംശയമില്ല, എല്ലാം ദൈവത്തിൻ്റെ കരുണയാണെന്ന്. എന്താണ്? സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ ദൈവമായി യഹോവ അരുളി ചെയ്യുന്നു. എന്നിട്ട് എന്തു പറയാണ്? സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ എന്ന് ആർപ്പോടെ ആണിക്കല്ല് കയറ്റുമെന്ന്. എല്ലാം കൃപയാണ്, എല്ലാം സൗജന്യദാനമാണ്, എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത കരുണയാണ്. ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം. ക്രിസ്തുവിനെ മാത്രം നോക്കുക, ക്രൂശിലേക്ക് മാത്രം നോക്കുക, ആ തിരുരക്തത്തിൽ മാത്രം ആശ്രയിക്കുക, മറ്റെല്ലാം മറക്കുക. തുടർന്നുള്ള സമയം പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.